ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ 5th മൊഡ്യൂളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇനി നമുക്ക് നമ്മൾ ഷാലോ കോമ്പാക്ഷൻ പറഞ്ഞിരുന്നു. ഇനി അടുത്ത് നമുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഡീപ്പ് കോമ്പാക്ഷൻ മെത്തേഡ്സ് ആയിരുന്നു. ഡീപ്പ് കോമ്പാക്ഷൻ മെത്തേഡ്സിൽ നമ്മൾ 2 മെത്തേഡ്സ് പറഞ്ഞു അല്ലേ, എക്സ്പ്ലോഷൻ ഓർ ബ്ലാസ്റ്റിംഗ് പറഞ്ഞു. അതുപോലെ തന്നെ വൈബ്രോ കോമ്പാക്ഷനും പറഞ്ഞു. വൈബ്രേഷൻ മെത്തേഡ്സിൽ വൈബ്രോ കോമ്പാക്ഷനും പറഞ്ഞു. ഇനി അടുത്തതാണ്, അതായത് ഈ വൈബ്രേഷൻ മെയിനായിട്ടും എക്സ്പ്ലോഷൻ ബ്ലാസ്റ്റിംഗ് അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ ഓർ ബ്ലാസ്റ്റിംഗ്, അതിനുശേഷം വൈബ്രോ കോമ്പാക്ഷൻ ഉണ്ട്, വൈബ്രോ റീപ്ലേസ്മെൻ്റ് ഉണ്ട്, വൈബ്രോ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. അതിനകത്ത് വൈബ്രോ റീപ്ലേസ്മെൻറ്റ് മെത്തേഡാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ടു ഓവർകം ദ ലിമിറ്റേഷൻസ് ഓഫ് ദി വൈബ്രോ കോമ്പാക്ഷൻ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെ വൈബ്രോ കോമ്പാക്ഷൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഇനി ആ ഒരു ലിമിറ്റേഷൻസിനെ, വൈബ്രോ കോമ്പാക്ഷൻ്റെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത മെത്തേഡാണ് ഇത് വൈബ്രോ റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്. ഈ മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആഫ്റ്റർ ദ വൈബ്രേറ്റർ ഈസ് ലിഫ്റ്റഡ് ദ ടെമ്പററി സ്റ്റേബിൾ സിലിണ്ടറിക്കൽ ക്യാവിറ്റി ഈസ് ഫിൽഡ് വിത്ത് കോഴ്സ് മെറ്റീരിയൽ സെക്ഷൻ ബൈ സെക്ഷൻ. ഇതിൽ നമ്മൾ മെയിനായിട്ടും നമ്മൾ ഓരോ ഇത് പറയുമ്പോഴും ഇതിൻ്റെ ഒരു എക്സാമ്പിളും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വൈബ്രോ റീപ്ലേസ്മെൻറ്റ് മെത്തേഡിനും വൈബ്രോ റീപ്ലേസ്മെൻറ്റും ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിനും നമ്മൾ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നേരം അതുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഇത്രയും മനസ്സിലാക്കുക. വൈബ്രോ റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇതാണ് വൈബ്രോ കോമ്പാക്ഷൻ്റെ ലിമിറ്റേഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത മെത്തേഡാണ്. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, വൈബ്രേറ്റർ ആദ്യം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും, അതിനുശേഷം അത് ജസ്റ്റ് ലിഫ്റ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു നമ്മൾ ഇത് ഇറക്കിയപ്പോൾ ഒരു സിലിണ്ടറിക്കൽ ക്യാവിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ടാവുമല്ലോ, ആ ക്യാവിറ്റിയിലേക്ക് നമ്മളൊരു കോഴ്സ് മെറ്റീരിയൽ ആഡ് ചെയ്തിട്ട് എന്താണ് ആ ഒരു ക്യാവിറ്റി നമ്മൾ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഒറ്റ ബാച്ചായിട്ട് ആ ഫുൾ ക്യാവിറ്റി ഫില്ല് ചെയ്യുകയല്ല ചെയ്യുന്നത്, സെക്ഷൻ ബൈ സെക്ഷനായിട്ട്. അതായത് ആ ഒരു ക്യാവിറ്റിയുടെ കുറച്ച് പോർഷൻ നമ്മൾ ഫില്ല് ചെയ്യുന്നു. കോഴ്സ് മെറ്റീരിയൽ അതിപ്പോൾ ഗ്രാവലായിരിക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഗ്രാവൽ കൊണ്ട് ഫില്ല് ചെയ്ത ശേഷം അതിനെ കോമ്പാക്റ്റ് ചെയ്യുന്നു, പിന്നീട് ബാക്കി പോർഷൻ ഫില്ല് ചെയ്യുന്നു. അങ്ങനെ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കോമ്പാക്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു പോർഷൻ എന്ത് ചെയ്യുന്നത്, സ്റ്റെബിലൈസ് ചെയ്യുന്നത്. ദ കോഴ്സ് മെറ്റീരിയൽ ഈസ് ദെൻ കോമ്പാക്റ്റഡ് ബൈ റെപ്പറ്റേറ്റീവ് യൂസ് ഓഫ് ദി വൈബ്രേറ്റർ. ഈ വൈബ്രേറ്റർ യൂസ് ചെയ്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കോഴ്സ് മെറ്റീരിയലിനെയും കോമ്പാക്റ്റ് ചെയ്യുന്നു. ദിസ് മെത്തേഡ് ഈസ് നോൺ ആസ് വൈബ്രോ റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വൈബ്രോ റീപ്ലേസ്മെൻറ്റ് ആ പേരിൽ തന്നെയുണ്ട്, മെറ്റീരിയലിനെ റീപ്ലേസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് അവിടെയുള്ള ഒരു വീക്കായിട്ടുള്ള സോയിലുണ്ട്, ആ ഒരു സോയിൽ മെറ്റീരിയലിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് വേറെ ഗ്രാനുലർ മെറ്റീരിയൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു അവിടുത്തെ വീക്ക് സോയിലിനെ നമ്മൾ സ്ട്രോങ് സോയിൽ കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് എന്ത്, സ്റ്റോൺ കോളംസ്. അപ്പോൾ സ്റ്റോൺ കോളംസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ വൈബ്രോ റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് ഇത്രയും മാത്രം മനസ്സിലാക്കുക. അതായത് നമ്മൾ വൈബ്രേറ്റർ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അതിനൊപ്പം തന്നെ നമ്മൾ ഗ്രാനുലർ മെറ്റീരിയലും അതിലേക്ക് ഫില്ല് ചെയ്യുന്നു, എന്നിട്ട് കോമ്പാക്റ്റ് ചെയ്യുന്നു. വൈബ്രേറ്ററിൻ്റെ മൂവ്മെൻറ്റ്, ലിഫ്റ്റ് ചെയ്യുന്ന മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ അത് ഡൗൺ ചെയ്യുന്നു, ആ ലിഫ്റ്റിങ്ങും ഡൗൺ ചെയ്യുന്ന പ്രോസസ്സും, ഇത് രണ്ടും കാരണം ആ ഒരു ഗ്രാനുലർ മെറ്റീരിയൽ കോമ്പാക്റ്റായി മാറുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്താണ്, സ്റ്റോൺ കോളം. വൈബ്രോ റീപ്ലേസ്മെൻറ്റിൻ്റെ എക്സാമ്പിളാണ് സ്റ്റോൺ കോളം. When the vibrations are supplemented by active displacement of soil and backfilling the zones, it is known as vibro displacement compaction. Vibro displacement compaction എന്ന് പറയുമ്പം മെയിനായിട്ടും എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവിടെ റീപ്ലേസ് ചെയ്തില്ല, അവിടെ ഉള്ള സോയിലിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നില്ല, അതിനെ സൈഡിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സൈഡിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ആ ചുറ്റുമുള്ള സോയിൽ, ആ ഒരു ഏരിയയിലെ സോയിൽ കോമ്പാക്റ്റഡ് ആവും. അങ്ങനെയാണ്, അതായത് ഈ ഒരു ക്യാവിറ്റിയിലുള്ള സോയിലിനെ ആ ക്യാവിറ്റിയുടെ സൈഡിലേക്ക് തന്നെ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് എക്സെപ്ഷൻസ് ഒക്കെ ഉള്ള കേസുണ്ട്, എന്നാലും കോമൺ ആയിട്ട് വൈബ്രോ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അവിടുത്തെ മെറ്റീരിയലിനെ റീപ്ലേസ് ചെയ്യുന്നില്ല, അതിന് പകരം ഡിസ്പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് വൈബ്രോ ഫ്ലോട്ടേഷനും സാൻഡ് പൈൽസും.
അപ്പം സ്റ്റോൺ കോളംസ് ഏതിന് എക്സാമ്പിളാണ്? വൈബ്രോ റീപ്ലേസ്മെൻറ്റിനും. വൈബ്രോ ഫ്ലോട്ടേഷനും സാൻഡ് പൈൽസും ഏതിന് എക്സാമ്പിളാണ്? വൈബ്രോ ഡിസ്പ്ലേസ്മെൻറ്റിനും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കത് ജസ്റ്റ് ഓരോ എക്സാമ്പിൾ വെച്ച് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. അതാണ് വൈബ്രോ റീപ്ലേസ്മെൻറ്റ് മെത്തേഡിന് എക്സാമ്പിൾ പറഞ്ഞ ഏതായിരുന്നു? സ്റ്റോൺ കോളം. അപ്പോൾ സ്റ്റോൺ കോളം എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റോൺ കോളംസ് ഈസ് ഓൾസോ നോൺ ആസ് ഗ്രാനുലാർ പൈൽസ്. സ്റ്റോൺ കോളത്തിനെ തന്നെയാണ് എന്ത് പറയുന്നത്? ഗ്രാനുലാർ പൈൽസ് എന്ന് പറയുന്നത്. എ സിലിണ്ടറിക്കൽ ഹോൾ ഈസ് മെയ്ഡ് ആൻഡ് ഗ്രാവൽ ബാക്ക്ഫിൽ ഈസ് പ്ലേസ്ഡ് ഇൻ ടു ദി ഹോൾ ഇൻ ഇൻക്രിമെൻറ്റ്സ് ആൻഡ് കോമ്പാക്റ്റഡ് ബൈ എ സ്യൂട്ടബിൾ ഡിവൈസ് വിച്ച് സൈമൾട്ടേനിയസ്ലി ഡിസ്പ്ലേസസ് ദ മെറ്റീരിയൽ റേഡിയലി റിസൾട്ട്സ് ഡെൻസ്ലി കോമ്പാക്റ്റഡ് സ്റ്റോൺ കോളംസ്. എന്താന്ന് നോക്കിക്കേ, ആദ്യം നമ്മളൊരു സിലിണ്ടറിക്കൽ ഹോൾ, ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടുതരാം. അപ്പോൾ ആ വീഡിയോ കൂടി, ഇതിൻ്റെ എല്ലാം വീഡിയോസ് ഞാൻ ലിങ്ക് തരാം. അപ്പോൾ നിങ്ങൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോ കാണുമ്പോൾ കുറേ കൂടി എളുപ്പമായിട്ട് സംഭവം മനസ്സിലാകും. പിന്നീട് നിങ്ങളുടെ യുവർ ഓൺ സെൻറ്റൻസിൽ അത് ഡിസ്ക്രൈബ് ചെയ്താൽ മതി. ഈ ഒരു സെൻറ്റൻസ് തന്നെ എഴുതണമെന്നില്ല. ആ ഒരു പ്രൊസീജിയർ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അത് വെച്ചിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളൊരു സിലിണ്ടറിക്കൽ ഹോൾ ഉണ്ടാക്കുന്നു. ആൻഡ് ഗ്രാവൽ ബാക്ക്ഫിൽ ഈസ് പ്ലേസ്ഡ് ഇൻ ടു ദി ഹോൾ ഇൻ ഇൻക്രിമെൻറ്റ്സ് ആൻഡ് കോമ്പാക്റ്റഡ് ബൈ എ സ്യൂട്ടബിൾ ഡിവൈസ്. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രാനുലാർ ഫില്ല് കൂടി, അതായത് ഗ്രാനുലാർ മെറ്റീരിയൽ, ഈ ഹോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഫുൾ ഡെപ്തിൽ നമ്മൾ ഹോൾ അങ്ങ് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രാനുലാർ മെറ്റീരിയൽ അതിലേക്ക് ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം ഈ വൈബ്രേറ്റർ ലിഫ്റ്റ് ചെയ്ത് അതിനെ കോമ്പാക്റ്റ് ചെയ്യുന്നു. പിന്നീട് അടുത്ത സെക്ഷൻ നമ്മൾ ചെയ്തു, അതിനെ കോമ്പാക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു ഡെൻസ്ലി കോമ്പാക്റ്റഡ് സ്റ്റോൺ കോളം നമുക്ക് കിട്ടുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ സ്ട്രെങ്ത് ഓഫ് കൊഹസീവ് സോയിൽസ്. ഓർക്കുക, സ്റ്റോൺ കോളം സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊഹസീവ് സോയിൽസിൻ്റെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനാണ്. കൊഹസീവ് സോയിൽ എന്ന് പറയുമ്പോൾ ഏതാണ്? ക്ലേ സോയിൽസ്. അതിൻ്റെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോൺ കോളംസ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജ് നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് പറയാം. വൈബ്രോ ഫ്ലോട്ട് ഈസ് അലൗഡ് ടു സിങ്ക് ഇൻ ടു ദി ഗ്രൗണ്ട് ഡ്യൂ ടു ഇറ്റ്സ് ഓൺ വെയ്റ്റ്. ആദ്യം നമ്മൾ വൈബ്രോ ഫ്ലോട്ടിനെ പ്രത്യേകിച്ച് ഫോഴ്സ് ഒന്നും കൊടുക്കാതെ അതിൻ്റെ സെൽഫ് വെയ്റ്റിൽ ഒരു ഹോള് ഡ്രില്ല് ചെയ്ത് പ്രൊസീഡ് ചെയ്യാൻ അനുവദിക്കുന്നു. വാട്ടർ ഓർ എയർ ജെറ്റ് അസിസ്റ്റ് ആസ് എ ഫ്ലഷിംഗ് മീഡിയം. അതായത് ഞാൻ പറഞ്ഞു റീപ്ലേസ്മെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുമ്പം ആ ഡ്രില്ല് ചെയ്ത് പോകുന്ന ടൈമിലുള്ള സോയിലിനെ പുറത്തേക്ക് ഫ്ലഷ് ഔട്ട് ചെയ്യണം അല്ലേ? അവിടുത്തെ സോയിലിനെ നമുക്ക് റിമൂവ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിനെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ ജെറ്റോ അല്ലെങ്കിൽ എയർ ജെറ്റോ ഇതിൻ്റെ ഒപ്പം സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഈ ഒരു വൈബ്രേറ്ററിനോടൊപ്പം ഉണ്ടാകും. ഓക്കെ, ബാക്ക്ഫിൽ ദ ഹോൾ ആൻഡ് കോമ്പാക്റ്റഡ് ബൈ അണ്ടർനീത്ത് ഇറ്റ്സ് ടിപ്സ്. അതിനുശേഷം നമ്മൾ ഈ റിക്വയർഡ് ഡെപ്ത് എത്തിക്കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു? ബാക്ക്ഫിൽ മെറ്റീരിയൽ കൂടി ഇതിലേക്ക് ഫില്ല് ചെയ്തു നമ്മൾ അതിൻ്റെ ടിപ്പ് യൂസ് ചെയ്ത് കോമ്പാക്റ്റ് ചെയ്യുന്നു. ബാക്ക്ഫിൽ മെറ്റീരിയലായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞത്? ഗ്രാവൽ 12 to 75 mm സൈസ് ഗ്രാവൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഫർണസ് സ്ലാഗും യൂസ് ചെയ്യാറുണ്ട്. ബാക്ക്ഫിൽ മെറ്റീരിയൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണ്? 12 to 75 mm സൈസുള്ള ഗ്രാവൽ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഫർണസ് സ്ലാഗും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിനുശേഷം ബാക്ക്ഫിൽ മെറ്റീരിയൽ അപ്ലൈ ചെയ്ത അതിലേക്ക് ഫില്ല് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? കോമ്പാക്റ്റ് ചെയ്യുന്നു. അതെങ്ങനെയാണ് കോമ്പാക്റ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഈ ഒരു വൈബ്രോ ഫ്ലോട്ട് എന്ന് വെച്ചാൽ ആ വൈബ്രേറ്ററിൻ്റെ ടിപ്പിൽ നമ്മൾ വൈബ്രോ ഫ്ലോട്ട് കൊടുക്കും. ആ ഒരു ടിപ്പിൽ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു വൈബ്രേറ്ററിനെയാണ് നമ്മൾ വൈബ്രോ ഫ്ലോട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഫിഗറിനെ കാണിക്കാം. അപ്പോൾ വൈബ്രോ ഫ്ലോട്ടിനെ റൈസ് ചെയ്യും, ലോവർ ചെയ്യും. അതിനെ മുകളിലേക്ക് ഉയർത്തിയും താഴ്ത്തിയുമാണ് നമ്മൾ വൈബ്രേഷൻ അപ്ലൈ ചെയ്യുന്നത്. ദിസ് പ്രൊസീജിയർ ഈസ് റിപ്പീറ്റഡ് ടിൽ ദ ഹോൾ ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആൻഡ് കോമ്പാക്റ്റഡ് വിച്ച് ഫോംസ് എ സിലിണ്ടറിക്കൽ ഗ്രാനുലാർ പൈപ്പ്. ഇത് തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ലെങ്ത്തിലേക്ക്, അപ്പോൾ ഒരു സെക്ഷൻ ബൈ സെക്ഷനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആ ഒരു ഡെപ്ത്ത് അറ്റൈൻ ചെയ്യുന്നത് വരെ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യും. എങ്ങനെയാണ്? ഹോള് ഡ്രില്ല് ചെയ്തു. ആദ്യം തന്നെ ഫുൾ ഡെപ്ത്തിൽ നമ്മൾ ഹോള് ഡ്രില്ല് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഗ്രാനുലാർ മെറ്റീരിയൽ ഫില്ല് ചെയ്യുന്നു, അതിനെ കോമ്പാക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ കോമ്പാക്റ്റ് ചെയ്ത ശേഷം അടുത്ത പാർട്ട് ഗ്രാനുലാർ മെറ്റീരിയൽ ഫില്ല് ചെയ്യുന്നു, കോമ്പാക്റ്റ് ചെയ്യുന്നു. അങ്ങനെ സെക്ഷൻസ് ബൈ സെക്ഷനായിട്ട് നമ്മൾ ഫുൾ ഡെപ്ത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. സം ഡ്രൈ പ്രോസസ് ആർ യൂസ് ടു മേക്ക് ഹോൾ. ഈ ഹോള്
ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡ്രൈ പ്രോസസ്സ് യൂസ് ചെയ്യാം. അതായത് വാട്ടർ ജെറ്റോ കാര്യങ്ങളൊന്നും അസിസ്റ്റ് ചെയ്യാതെയും നമുക്ക് ചെയ്യാം. എങ്ങനെയാണ്? എ ക്ലോസ്ഡ് എൻഡ് പൈപ്പ് മാൻഡിൽ ഈസ് ഡ്രിവൺ ടു എ ഡിസൈഡ് ഡെപ്ത് ആൻഡ് ദ ഗ്രാവൽ ഈസ് അലൗഡ് ടു ഫിൽ ആഫ്റ്റർ ഓപ്പണിംഗ് ട്രിപ്പ് വാൽവ്. അതായത് ഒരു 1 ഇഞ്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പൈപ്പ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ 1 ഇഞ്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള പൈപ്പ് നമ്മൾ നല്ല ഫോഴ്സ് കൊടുത്ത് ഇങ്ങനെ സോയിലേക്ക് അമർത്തുകയാണെങ്കിൽ ഈ പൈപ്പിനുള്ളിൽ നമ്മൾ ഗ്രാനുലാർ മെറ്റീരിയൽ കൂടി ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്ത് നമ്മുടെ റിക്വയർഡ് ഡെപ്തിലേക്ക് നമ്മൾ അതിനെ അടിച്ച് ഇറക്കുകയാണ്. അല്ലെങ്കിൽ ക്രെയിനൊക്കെ യൂസ് ചെയ്ത് ഒരു ഫോഴ്സ് കൊടുത്ത് നമ്മളത് അടിച്ചിറക്കി റിക്വയർഡ് ഡെപ്തിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഈ പൈപ്പിനുള്ളിൽ എന്താണ്? അപ്പോൾ നമുക്ക് ഹോൾ അവിടെ ക്രിയേറ്റ് ആയി. അപ്പോൾ ആ പൈപ്പിനുള്ളിൽ എന്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? ഒരു ഗ്രാനുലാർ മെറ്റീരിയൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ടിപ്പിൽ എന്തുണ്ട്? ഒരു ട്രിപ്പ് വാൽവ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ട്രിപ്പ് വാൽവ് നമ്മുടെ റിക്വയർഡ് ഡെപ്തിലേക്ക് എത്തിക്കഴിയുമ്പം ട്രിപ്പ് വാൽവ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തിട്ട് ഈ പൈപ്പിനുള്ളിൽ ഫില്ല് ചെയ്തേക്കുന്ന ഗ്രാനുലാർ മെറ്റീരിയലിനെ ഈ ഒരു ഹോളിലേക്ക് ഫില്ല് ചെയ്യുന്നു. ഗ്രാജുവലി ഫില്ല് ചെയ്ത് നേരത്തെ ബാക്കി പ്രൊസീജിയർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമ്പാക്റ്റ് ചെയ്യുന്നു, ഫില്ല് ചെയ്യുന്നു, കോമ്പാക്റ്റ് ചെയ്യുന്നു, അടുത്ത സെക്ഷൻ ഫില്ല് ചെയ്യുന്നു, കോമ്പാക്റ്റ് ചെയ്യുന്നു. A rammer is used to pack the soil through the pipe as it withdrawn and gravel is added. Okay, ഒരു ഹാമർ യൂസ് ചെയ്തിട്ട് നമ്മളിതിനെ കോമ്പാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് സ്റ്റോൺ കോളത്തിൻ്റെ അല്ലെങ്കിൽ വൈബ്രോ റീപ്ലേസ്മെൻറ്റ് മെത്തേഡിൻ്റെ കോമൺ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഇമേജ്. ജസ്റ്റ് ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ഫസ്റ്റ് സ്റ്റേജ് എ ബോർഹോൾ ഈസ് ഫോംഡ് ബൈ സിങ്കിങ് വൈബ്രേറ്റർ ഇൻ ടു ദി ഗ്രൗണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ഒരു വൈബ്രേറ്ററിനെ നമ്മളതിലേക്ക് സോയിലിലേക്ക് അടിച്ചിറക്കിയിട്ട് എന്താണ് ഒരു ബോർഹോൾ എടുക്കുന്നു. അതിനുശേഷം എന്താണ്? ബാക്ക് ഫില്ല്. കണ്ടോ, ഗ്രൗണ്ടിൽ നിന്നും നമ്മൾ ഗ്രാനുലാർ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാണ്. ഇതിൻ്റെ ഫിഗറിൽ കാണാം, സപ്ലൈ ഓഫ് ഗ്രാനുലാർ മെറ്റീരിയൽ ഫ്രം ദി സർഫസ്. അപ്പോൾ ആ ഒരു സെക്ഷൻ നമ്മൾ ബാക്ക് ഫില്ല് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അതിനെ കോമ്പാക്റ്റ് ചെയ്യുന്നു. ഈ വൈബ്രോ ഫ്ലോട്ട് യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ കോമ്പാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ അങ്ങ് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുന്നു? വീണ്ടും നമ്മൾ ബാക്ക് ഫില്ലിനെ ഇതിലേക്ക് ഫില്ല് ചെയ്യുകയാണ്. ബാക്ക് ഫില്ലിനെ ഫില്ല് ചെയ്ത് അടുത്ത ഒരു സ്റ്റേജ് കൂടി, അടുത്ത ഒരു സെക്ഷനും കൂടി നമ്മൾ ഫില്ല് ചെയ്തു, കോമ്പാക്റ്റ് ചെയ്തു. ഇങ്ങനെ എവിടെ വരെ എത്തുന്നു? ഈ ഒരു അതായത് ഈ ഒരു ഹോള് ഫില്ലായി ഈ ഒരു ഗ്രൗണ്ട് സർഫസിൽ എത്തുന്നത് വരെ നമ്മുടെ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, ഇത് ഇമേജാണ് വൈബ്രോ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റോൺ കോളത്തിൻ്റെ ഇമേജാണ് കാണിക്കുന്നത്. നിങ്ങളപ്പം എക്സാമിന് ചോദിക്കുമ്പോൾ ഇതിനോടൊപ്പം തന്നെ ഒരു ഫിഗർ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. അതായത് ഈ GITയുടെ ഫുൾ സബ്ജക്റ്റിന് ഫിഗേഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊരു 3-4 പാരഗ്രാഫ് എഴുതുന്നതിലും നല്ലത് എന്താണ്? ഒറ്റ ഫിഗർ കൊണ്ട് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പം വാല്യൂ ചെയ്യുന്നവർക്കും അതാണ് എളുപ്പം. അപ്പോൾ അവർ അതിനാണ് മാർക്ക് കൂടുതൽ പോവുക. അതുകൊണ്ട് എല്ലാവരും ഏത് മെത്തേഡാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫിഗർ അതിനകത്ത് വരച്ച് വെക്കുക. അപ്പം ഇതുപോലെ തന്നെ വരയ്ക്കണമെന്നില്ല, ജസ്റ്റ് അതിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടോ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഒരു ഫിഗർ വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ 2-3 ഫിഗർ കാണിക്കും. അത് നിങ്ങൾക്ക് വരയ്ക്കാൻ എളുപ്പമുള്ളത് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്ത ശേഷം മാത്രം എക്സാം എഴുതാവും. ജസ്റ്റ് വരച്ച് നോക്കണം, എന്നാലും നിങ്ങൾക്ക് ഹോളിലെത്തുമ്പോൾ സ്പീഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി സ്റ്റോൺ കോളത്തിൻ്റെ ഇറ്റ്സ് എ സിമ്പിൾ ടെക്നിക് ആൻഡ് യൂസ് ടു കൺസ്ട്രക്ട് സ്റ്റോൺ കോളം. ഈ വൈബ്രോ റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് സാധാരണ ഞാൻ പറഞ്ഞു കോമൺ എക്സാമ്പിൾ എന്താണ്? സ്റ്റോൺ കോളമാണ്. കൺവെൻഷണൽ ഓഗർ ബോറിംഗ് എക്യുപ്മെൻറ്റ് ആൻഡ് ഫ്രീ ഫോൾ കാസ്റ്റ് അയൺ ഹാമേഴ്സ് ക്യാൻ ബി യൂസ്ഡ്. അപ്പോൾ നമുക്ക് ഈ ബോർ ഹോൾ എടുക്കുന്നുണ്ടല്ലോ, അതിന് നമുക്ക് ഡ്രൈ പ്രോസസ്സായിട്ട് ഒരു കാസ്റ്റ് അയൺ പൈപ്പ് ക്ലോസ്ഡ് ആയിട്ടുള്ള പൈപ്പ് ഇൻസ്റ്റോൾ ചെയ്ത് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ അല്ലാതെയുള്ള നമ്മൾ ബോർ ഹോൾസ് എടുക്കാൻ വേണ്ടി കൺവെൻഷണൽ മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ടല്ലോ, ഓഗർ ബോറിങ്, അതുപോലെ കാസ്റ്റ് അയൺ ഹാമേഴ്സിൻ്റെ ഫ്രീ ഫോള്, അങ്ങനെയൊക്കെ നമ്മൾ മെത്തേഡ്സ് ബോർ ഹോൾ എടുക്കാൻ ഉപയോഗിക്കുന്ന കൺവെൻഷണൽ മെത്തേഡ്സ് എല്ലാം നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാം. ഇറ്റ്സ് ആൻ എക്കണോമിക്കൽ മെത്തേഡ് ഓൾസോ. ഏതാണ്? ഈ സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എക്കണോമിക്കൽ മെത്തേഡാണ്. ഈ ഫിഗർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരയ്ക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കുമെന്ന് തോന്നിയതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഈ ഫിഗർ ഒന്ന് ജസ്റ്റ് വരച്ചു. അപ്പോൾ ഈ ഒരു 3-4 ഫിഗറിനകത്ത് തന്നെ ഫുൾ പ്രൊസീജിയർ എക്സ്പ്ലെയിൻഡ് ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഒരു ഫിഗറും വരച്ച് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റിന് ഫുൾ മാർക്ക് കിട്ടും.
അപ്പോൾ ഈ ഫിഗർ കൂടി എല്ലാവരും നോക്കുക. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞതാണ്. ഫസ്റ്റ് എന്താണ്, ഒരു ബോർഹോൾ നമ്മൾ ഡിഗ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, സ്റ്റോൺ അഗ്രിഗേറ്റോ സാൻഡോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് ഫിൽ മെറ്റീരിയൽ, ഗ്രാനുലർ മെറ്റീരിയൽ ഏത് വേണമെങ്കിലും നമുക്ക് ഫില്ല് ചെയ്യാം. അതിനുശേഷം കോമ്പാക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അടുത്ത സെക്ഷൻ നമ്മൾ ഫില്ല് ചെയ്യുന്നു, കോമ്പാക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഫുൾ ഡെപ്തിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പം സ്റ്റോൺ കോളംസ് ആർ ജനറലി എംപ്ലോയ്ഡ് ഇൻ തിക്ക് ഡെപ്പോസിറ്റ്സ് ഓഫ് സോയിൽ ഓഫ് വെരി ലോ ഷിയർ സ്ട്രെങ്ത്. അതായത് ഷിയർ സ്ട്രെങ്ത് ഒരുപാട് കുറവുള്ള സോയിലെല്ലാം നമുക്ക് എന്ത് ഇൻസ്റ്റോൾ ചെയ്യാൻ പറ്റും, സ്റ്റോൺ കോളംസ് ഇൻസ്റ്റോൾ ചെയ്ത് സോയിലിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്താണ്, ദ അൺഡ്രെയിൻഡ് ഷിയർ സ്ട്രെങ്ത് ഹാസ് ഇൻക്രീസ്ഡ് വിച്ച് ഈസ് നോട്ട് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് അറ്റ് ദ ഡിസൈൻ സ്റ്റേജ്. അതായത് നമ്മളിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തു, അപ്പം നമ്മൾ ഡിസൈൻ സ്റ്റേജിൽ അതിൻ്റെ ഒരു ഷിയർ സ്ട്രെങ്ത്, എന്തെങ്കിലും അൺഡ്രെയിൻഡ് ഷിയർ സ്ട്രെങ്ത് നമ്മൾ എന്താണ് ഡിസൈൻ സ്റ്റേജിൽ കൺസിഡർ ചെയ്തിരുന്നില്ല. അതായത് അതിൻ്റെ സ്ട്രെങ്ത്, സോയിൽ സ്ട്രെങ്ത് നമ്മൾ അൺഡ്രെയിൻഡ് ഷിയർ സ്ട്രെങ്ത് നോക്കിയിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ ആ ഒരു അൺഡ്രെയിൻഡ് ഷിയർ സ്ട്രെങ്ത് ഡിസൈൻ പീരീഡിൽ എടുക്കാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സോയിലിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും, സ്റ്റോൺ കോളംസ് അല്ലെങ്കിൽ വൈബ്രോ റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത എന്താണ്, സെറ്റിൽമെൻറ്റ്സ് ആർ റെഡ്യൂസ്ഡ് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദി എംബാങ്ക്മെൻറ്റ്സ് ആൻഡ് സ്ലോപ്സ് ആർ ഇൻക്രീസ്ഡ്. എംബാങ്ക്മെൻറ്റ്സിൻ്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എംബാങ്ക്മെൻറ്റ്സിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ മെത്തേഡ് യൂസ് ചെയ്യാം. അതുപോലെ സെറ്റിൽമെൻറ്റ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, എംബാങ്ക്മെൻറ്റ്സിൻ്റെ സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും സെറ്റിൽമെൻറ്റ് കൺട്രോൾ ചെയ്യാനും നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും, സ്റ്റോൺ കോളംസ് അല്ലെങ്കിൽ വൈബ്രോ റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. എ ഗുഡ് ഇൻസ്റ്റലേഷൻ ടെക്നിക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എൻഷുവർ എഫിഷ്യൻറ്റ് ഫങ്ഷനിങ് ഓഫ് ദി കോളംസ്. കോളംസിൻ്റെ ഇതിപ്പോൾ ഏത് മെത്തേഡ് ആണെങ്കിലും അതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് എഫിഷ്യൻ്റ് ആയിട്ടൊരു ഇത് ഇൻസ്റ്റോൾ ചെയ്യണമെങ്കിൽ എന്തുണ്ടായിരിക്കണം, നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്, ഇൻസ്റ്റലേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ലേബേഴ്സ്, സ്കിൽഡ് ലേബേഴ്സ് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു മെത്തേഡിനെ ഫുൾ ഫ്ലെഡ്ജിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അഡ്വാൻറ്റേജസ് ഫുൾ നമുക്ക് കിട്ടണമെങ്കിൽ ടെക്നിക്സ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയണം. ഓക്കെ, അടുത്തതാണ് വൈബ്രോ ഡിസ്പ്ലേസ്മെൻറ്റ് കോമ്പാക്ഷൻ. നമ്മളിപ്പോൾ സ്റ്റോൺ കോളം പറഞ്ഞു, ഏതിന് എക്സാമ്പിളാണ് വൈബ്രോ റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്. ഇനി അടുത്ത ഏതാണ്, വൈബ്രോ ഡിസ്പ്ലേസ്മെൻറ്റ് കോമ്പാക്ഷൻ. ഞാൻ ഓൾറെഡി വൈബ്രോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞിരുന്നു. ദ വൈബ്രേഷൻസ് ആർ സപ്ലിമെൻറ്റഡ് ബൈ ആക്റ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സോയിൽ ആൻഡ് ബൈ ബാക്ക് ഫില്ലിംഗ് ദ സോൺസ് ഫ്രം വിച്ച് ദ സോയിൽ ഹാസ് ബീൻ ഡിസ്പ്ലേസ്ഡ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്, മറ്റേടത്ത് നമ്മൾ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പം സോയിലിനെ റീപ്ലേസ് ചെയ്ത് കളയും. ഫുൾ ഡെപ്തിൽ നമ്മൾ ബോർഹോൾ എടുത്ത ശേഷം സോയിലിനെ റീപ്ലേസ് ചെയ്ത് കളയും. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഹോൾ ഡ്രില്ല് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ സോയിലിനെയും സൈഡിലേക്ക് കോമ്പാക്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ആ സോയിലിനെ നമ്മൾ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയുന്നൊന്നുമില്ല, ആ ഒരു സൈഡിലേക്ക് കോമ്പാക്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്താണ്, വൈബ്രോ ഫ്ലോട്ടേഷനും സാൻഡ് കോമ്പാക്ഷൻ പൈൽസും. ഇറ്റ് ഈസ് യൂസ് ടു ഇംപ്രൂവ് ദ ഡെൻസിറ്റി ഓഫ് ദി കൊഹിഷൻ ലെസ് ഗ്രാനുലർ സോയിൽസ്. വൈബ്രോ റീപ്ലേസ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്ത ഏത് സോയിലായിരുന്നു, കൊഹസീവ് സോയിലിന്, ക്ലേ സോയിൽസിനായിരുന്നു. വൈബ്രോ ഡിസ്പ്ലേസ്മെൻറ്റോ കൊഹിഷൻ ലെസ് ഗ്രാനുലർ സോയിൽസിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വൈബ്രോ ഫ്ലോട്ടിൻ്റെ ഫിഗർ. ഇതാണ് വൈബ്രോ ഫ്ലോട്ട്. വൈബ്രോ ഡിസ്പ്ലേസ്മെൻറ്റ് കോമ്പാക്ഷൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ എന്താണ്, വൈബ്രോ ഫ്ലോട്ടേഷൻ. ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ കൊഹിഷൻലെസ് ഗ്രാനുലാർ സോയിൽസ്. ഓക്കെ, കൊഹിഷൻലെസ് ഗ്രാനുലാർ സോയിൽസ്. ഈ വൈബ്രോ ഫ്ലോട്ടിൻ്റെ ഫിഗറൂടെ ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ പഠിച്ചു വെക്കുക. ഇതുപോലെ തന്നെ വരയ്ക്കണം എന്നൊന്നുമില്ല. ഈ ഒരു കമ്പൗണ്ട് നിങ്ങൾ അതിൻ്റെ പാർട്സ് നോക്കി വെക്കുക. എന്നിട്ട് ഈ പാർട്സ് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് ജസ്റ്റ് ആ ഫിഗർ ഒന്ന് എന്താണെങ്കിൽ പാർട്സൊക്കെ എവിടെയെങ്കിലും മാർക്ക് ചെയ്യാനുള്ളൊരു പോർഷൻ അത്രയും മാത്രം. നിങ്ങൾ ആദ്യം പാർട്സ് പഠിക്കുക, എന്നിട്ട് അത് ആ ഫിഗറിൽ എവിടെയെങ്കിലും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ആ പാർട്സ് ചിലപ്പോൾ നോക്കുന്ന ഒരാൾ ആ പാർട്സ് എല്ലാം ഉണ്ടോ എന്ന് മാത്രമേ നോക്കത്തുള്ളൂ. അടുത്തത് വൈബ്രോ കോമ്പാക്ഷൻ പ്രോസസ്സിൻ്റെ സ്റ്റേജസ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്, ജെറ്റ് അറ്റ് ദ ബോട്ടം ഓഫ് ദി വൈബ്രോ ഫ്ലോട്ട് ഈസ് ടേൺഡ് ഓൺ ആൻഡ് ദ വൈബ്രോ ഫ്ലോട്ട് ഈസ് ലോവേർഡ് ഇൻ ടു ദി ഗ്രൗണ്ട്. വാട്ടറിൻ്റെ എന്താണ്, അതിൻ്റെ ബോട്ടത്തിൽ ലോവർ ജെറ്റും അപ്പർ ജെറ്റും ഉണ്ടായിരിക്കും. ഇതിൽ നമ്മൾ ആ ലോവർ ജെറ്റ് ഓൺ ആക്കി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, വൈബ്രോ ഫ്ലോട്ടിനെ ഗ്രൗണ്ടിലേക്ക് താഴ്ത്തി വെക്കുന്നു. ദ സെക്കൻഡ് സ്റ്റേജ് എന്താണ്, ദ വാട്ടർ ജെറ്റ് ക്രിയേറ്റ്സ് എ ക്വിക്ക് കണ്ടീഷൻ ഇൻ ദ സോയിൽ വിച്ച് അലൗ ദ വൈബ്രേറ്റിംഗ് യൂണിറ്റ് സ്ട്രിങ്. ക്വിക്ക് കണ്ടീഷൻ നമുക്കറിയാമല്ലോ, ഷിയർ സ്ട്രെങ്ത് 0 ആക്കുക എന്നുള്ള, വാട്ടറിനെ അപ്ലൈ ചെയ്ത് അതായത് വാട്ടർ എന്താണ്
വാട്ടർ കാരണം ഷിയർ സ്ട്രെങ്ത് 0 ആകുന്ന ഒരു കണ്ടീഷൻ. അങ്ങനെ സോയിലിനെ വീക്ക് ആക്കിയ ശേഷം ഈ വൈബ്രോ ഫ്ലോട്ട് സിങ്ക് ചെയ്യുന്നു സോയിലിലേക്ക്. അതിനുശേഷം എന്ത് ചെയ്തു, ഗ്രാനുലാർ മെറ്റീരിയലിനെ നമ്മൾ ചാർജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഗ്രാനുലാർ മെറ്റീരിയൽ ഈസ് poured into the top of the hole. ഈ ഹോളിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ ഗ്രാനുലാർ മെറ്റീരിയൽ ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം വാട്ടർ ഫ്രം ദി ലോവർ ജെറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ദി ജെറ്റ് അറ്റ് ദി ടോപ്പ് ഓഫ് ദി വൈബ്രേറ്റിംഗ് യൂണിറ്റ്. ഈ ലോവർ ജെറ്റാണ് നമ്മൾ ആദ്യം ഓൺ ചെയ്തത്. അപ്പോൾ ഈ ലോവർ ജെറ്റിൽ നിന്നും വാട്ടർ ഇത് ഡെപ്തിലേക്ക് പോകുന്നതിനനുസരിച്ച് ഈ വാട്ടർ ടോപ്പ് പാർട്ടിലേക്ക് കൂടി വാട്ടർ ജെറ്റ് എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദിസ് വാട്ടർ ക്യാരീസ് ദ ഗ്രാനുലാർ മെറ്റീരിയൽ ഡൗൺ ദി ഹോൾ. ഈ ഒരു വാട്ടർ ജെറ്റിനോടൊപ്പം എന്തും കൂടി ട്രാൻസ്ഫർ ആകുന്നു, നമ്മൾ ഗ്രാനുലാർ മെറ്റീരിയൽ കൂടി ട്രാൻസ്ഫർ ചെയ്യും. വാട്ടർ ഗ്രാനുലാർ മെറ്റീരിയലിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് താഴെ ഫുൾ ഡെപ്തിലേക്ക് എത്തിക്കുന്നു. അറ്റ് സ്റ്റേജ് എന്താണ്, കോമ്പാക്ഷൻ ഓഫ് ചാർജിങ് മെറ്റീരിയൽ ടു ഡിസൈഡ് യൂണിറ്റ് വെയിറ്റ്. അതിനുശേഷം നമ്മൾ നമ്മൾ ഫില്ല് ചെയ്ത ഗ്രാനുലാർ മെറ്റീരിയലിനെ എന്ത് ചെയ്യുന്നു, കോമ്പാക്റ്റ് ചെയ്യും. നമ്മുടെ ഡിസൈഡ് ഉണ്ട്, നമുക്കൊരു ഡിസൈൻ യൂണിറ്റ് വെയിറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡിസൈൻ സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. ആ സോയിലിനെ ഇത്ര സ്ട്രെങ്തിലേക്കാണ് നമ്മൾ എത്തിക്കേണ്ടതെന്ന് ഒരു കാൽക്കുലേഷൻ നമുക്കുണ്ടായിരിക്കും. ആ ഒരു ഡിസൈൻ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർ കോമ്പാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. The vibrating unit is gradually raised in about 0.3 meter lifts and held vibrating for about 30 seconds at a time. അതായത് ഈ വൈബ്രേറ്റിംഗ് യൂണിറ്റിനെ നേരത്തെ പോലെ തന്നെ കോമ്പാക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്, ഗ്രാജുവലി ഒരു റേസ് ചെയ്യുന്നു, പിന്നെന്താണ് അതിനെ ലോവർ ചെയ്യുന്നു, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അന്നേരം ഇത് എബൌട്ട് എത്രയാണ് റേസ് ചെയ്യുന്നത് 0.3 മീറ്റർ ആയിട്ടും, അതുപോലെ തന്നെ വൈബ്രേറ്റ് ചെയ്യുന്നു 0.3 മീറ്റർ റേസ് ചെയ്യുന്നു. അതിനുശേഷം ഒരു 30 സെക്കൻഡ്സ് നമ്മളതിനെ വൈബ്രേറ്റ് ചെയ്യിക്കുന്നു. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. ഇതിൻ്റെ സ്റ്റെപ്പ് കാണിക്കുന്ന ഒരു ഇമേജാണ് ഈ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇവിടെ വാട്ടർ ജെറ്റ് കൊടുക്കുന്ന സാൻഡിൽ നമ്മളത് ഡിഗ് ചെയ്ത് പോകുന്നു. അതിനൊപ്പം തന്നെ കണ്ടോ മുകളിലേക്ക് സോയിൽ പോകുന്നുണ്ട്. പിന്നീട് അടുത്ത ഡെപ്തിലേക്ക് അത് പോകുന്നതിനനുസരിച്ച് സോയിൽ മൂവ് ചെയ്യുന്നു. സോയിലിൻ്റെ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സക്സസ്ഫുൾ ആപ്ലിക്കേഷൻ. ഇതിൻ്റെ ആപ്ലിക്കേഷന് നമ്മളിപ്പോൾ ആ വൈബ്രോ ഫ്ലോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിനെ ഫുൾ എഫക്റ്റീവായിട്ട് അതിനെ യൂസ് ചെയ്യണമെങ്കിൽ കുറേ ഫാക്ടേഴ്സ് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണത്? ഫസ്റ്റ് വൺ ഈസ് എക്യുപ്മെൻറ്റ് കപ്പാസിറ്റി. നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്, അല്ലെങ്കിൽ വൈബ്രേറ്റർ, വൈബ്രോ ഫ്ലോട്ട്, അങ്ങനെയുള്ള ഫുൾ എക്യുപ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ ക്രെയിൻ ആണെങ്കിൽ അത് അങ്ങനെ കോമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേറെ എന്താണെങ്കിലും ആ ഒരു ഫുൾ പ്രോജക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സിൻ്റെ എഫിഷ്യൻസി. സെക്കൻഡ് വൺ എന്താണ്? പ്രോബ് സ്പേസിങ് ആൻഡ് പാറ്റേൺ. അതായത് പ്രോബ് നമ്മളിപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് ആ ഗ്രിഡ് പാറ്റേണിലായിരിക്കും സാധാരണഗതിയിൽ നമ്മൾ ഈ കോമ്പാക്ഷനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഓരോ ഗ്രിഡിൻ്റെയും ആ പ്രോബ് നമ്മൾ പ്ലേസ് ചെയ്യുന്ന ആ ഒരു സ്പേസിങ്ങും പാറ്റേണും, ഏത് പാറ്റേൺ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഗ്രിഡ് പാറ്റേൺ എന്ന് പറഞ്ഞു, അതുപോലെ നമുക്ക് പല ഷേപ്പിൽ പാറ്റേൺസ് കൊടുക്കാം. അപ്പോൾ ആ ഒരു പാറ്റേണും അതുപോലെ പ്രോബിൻ്റെ സ്പേസിങ്ങും. നെക്സ്റ്റ് ഈസ് ടൈപ്പ് ഓഫ് സോയിൽ ടു ബി കോമ്പാക്റ്റഡ്. പല ടൈപ്പ് സോയിലിനും പല മെത്തേഡായിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വൈബ്രോ ഫ്ലോട്ടിൽ വ്യത്യാസം. ഇപ്പം ഞാൻ പറഞ്ഞു ജെറ്റ് പ്രോബ് നമ്മൾ യൂസ് ചെയ്യും, അങ്ങനെ ഇപ്പോൾ വാട്ടർ ജെറ്റ് കൊടുക്കും, എയർ ജെറ്റ് കൊടുക്കും, അതൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഓരോ മെത്തേഡും ഏതാണെന്നുള്ളത്. അതുപോലെ ബാക്ക് ഫിൽ മെറ്റീരിയൽ, ഏത് ബാക്ക് ഫിൽ മെറ്റീരിയലാണ് നമ്മൾ പറഞ്ഞു, ഫർണസ് ലാഗ് യൂസ് ചെയ്യാം, ഗ്രാനുലാർ മെറ്റീരിയൽ യൂസ് ചെയ്യാം, അതിൻ്റെ സൈസ് വേരി ചെയ്യും. അങ്ങനെ നമ്മൾ ഓരോ സോയിലിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ബാക്ക് ഫിൽ മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും എഫിഷ്യൻസി ഓഫ് ദി വർക്ക്. അടുത്ത എന്താണ്? വൈബ്രോ ഫ്ലോട്ട് വിഡ്രോവൽ പ്രൊസീജിയർ ആൻഡ് വർക്ക്മാൻഷിപ്പ്. അതിൻ്റെ വിഡ്രോ ചെയ്യുന്ന പ്രൊസീജിയർ, അതുപോലെ തന്നെ വർക്ക്മാൻഷിപ്പ്, സ്കിൽഡ് ലേബേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഫുൾ വർക്കിൻ്റെ എഫിഷ്യൻസി എന്നുള്ളത്. അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ദിസ് ടെക്നിക് ക്ലെയിംസ് ഇറ്റ്സ് മെറിറ്റ് ബേസ്ഡ് ഓൺ ദി ഫോളോയിങ്. നോ മെറ്റീരിയൽ കോസ്റ്റ് എക്സെപ്റ്റ് ദ ബാക്ക് ഫിൽ മെറ്റീരിയൽ. ബാക്ക് ഫിൽ മെറ്റീരിയലിന് വേണ്ടി മാത്രമാണ് നമുക്ക് എന്ത് വേണ്ടി വരുന്ന എക്സ്ട്രാ കോസ്റ്റ് ആവുന്നത്, അല്ലാതെ വേറെ മെറ്റീരിയൽ കോസ്റ്റ് ഒന്നും ആകുന്നില്ല. അടുത്ത എന്താണ്? കംപ്ലീറ്റ് യൂണിഫോമിറ്റി ഇൻ ഡെൻസിറ്റി ആൻഡ് ഹെൻസ് ബെറ്റർ കൺട്രോൾ ഓൺ ദി സെറ്റിൽമെൻറ്റ്. അതായത് നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഫുൾ ഡെപ്തിൽ നമ്മൾ യൂണിഫോം ആയിട്ടാണ് ഫില്ല് ചെയ്യുന്നതും കോമ്പാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, യൂണിഫോം ആയിട്ടാണ് ഫുൾ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുന്നത്. അതുകൊണ്ട് സെറ്റിൽമെൻറ്റ് ഉണ്ടാകുമ്പോഴും യൂണിഫോം സെറ്റിൽമെൻറ്റ് ആയിരിക്കും. അതുകൊണ്ട് എന്താണ്, സ്ട്രക്ചറിന് ഒരുപാട് കേടുപാടുകളൊന്നും സംഭവിക്കില്ല. സെറ്റിൽമെൻറ്റ് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് ആകുവാണെങ്കിലാണ് പ്രശ്നം ഉണ്ടാകുന്നത്.
അതായത് ഇപ്പോൾ ഒരു വീട് നമ്മൾ സോയിലിൻ്റെ മുകളിൽ കൺസ്ട്രക്ട് ചെയ്തു, അതിൻ്റെ സെറ്റിൽമെൻറ്റ് എന്തായാലും വർഷങ്ങൾ എടുക്കുന്തോറും ആ ഒരു വീടിന്, ആ ഒരു ബിൽഡിങ്ങിന് സെറ്റിൽമെൻറ്റ് ഉണ്ടാകും. പക്ഷേ അത് എല്ലാ പോയിൻറ്റ്സും ഒരുപോലെയാണ് സെറ്റിൽ ചെയ്യുന്നത്, അതായത് മണ്ണിലേക്ക് താഴുന്നതെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ അതേസമയം ഒരു സൈഡ് കൂടുതൽ, ഇപ്പോൾ ഒരു സൈഡ് 15 സെൻറ്റിമീറ്റർ സെറ്റിൽ ചെയ്തു, വേറൊരു സൈഡ് 25 സെൻറ്റിമീറ്റർ സെറ്റിൽ ചെയ്തു. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? ഡിഫറൻഷ്യൽ സെറ്റിൽമെൻ്റ് ആണ്. അപ്പം ബിൽഡിംഗ് എങ്ങനെ ഇരിക്കും? ചരിഞ്ഞിരിക്കും. അപ്പോഴാണ് പ്രശ്നം. അതേസമയം രണ്ട് സൈഡും 15 സെൻറ്റിമീറ്റർ ആണ് സെറ്റിൽ ചെയ്തെങ്കിലോ അത് ഒരുപോലെയാണ് ആ ഒരു ബിൽഡിങ് താഴേക്ക് സെറ്റിലായത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യും. ഗീവ്സ് ഹൈ ബെയറിംഗ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാം. അതുപോലെ ഫാസ്റ്റർ ദാൻ പൈൽ ഡ്രൈവിങ്ങിനേക്കാളും ഫാസ്റ്റർ ടെക്നിക്കാണ്. ആൻഡ് മച്ച് ക്വിക്കർ ഇൻ ഓപ്പറേഷൻ ദാൻ ദ കൺവെൻഷണൽ ഇമ്പാക്ട് ടൈപ്പ് ഹാമർ. നേരെ ഇമ്പാക്ട് ടൈപ്പ് ഹാമർ യൂസ് ചെയ്യുന്നതിനേക്കാളും സ്പീഡി ആയിട്ട് കാര്യങ്ങൾ നടക്കും. ലിമിറ്റേഷൻ എന്താണ്? ഇറ്റ്സ് നോട്ട് ആപ്ലിക്കബിൾ ടു ക്ലേസ് ആൻഡ് ഇൻ കേസ് ഓഫ് സിൽറ്റ് ഇറ്റ് ഈസ് ലെസ് എഫക്റ്റീവ് വെൻ കമ്പയർഡ് ടു സാൻഡ്. ഓക്കെ, സാൻഡിലാണ് ഇത് കൂടുതൽ, നമ്മൾ കൊഫഷൻ ലെസ് ഓയിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ക്ലേസ് ഓയിലിലോ സിൽറ്റിലോ ഒന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തെയാണ് വൈബ്രോ ഡിസ്പ്ലേസ്മെൻറ്റ് കോമ്പാക്ഷനിലെ രണ്ടാമത്തെ എക്സാമ്പിളാണ് സാൻഡ് കോമ്പാക്ഷൻ പൈൽസ്. ഇതും പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, നേരത്തെ പറഞ്ഞ മെത്തേഡ് തന്നെയാണ്. ദ മെത്തേഡ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈവിംഗ് എ ഹോളോ സ്റ്റീൽ പൈപ്പ് വിത്ത് എ ഡിറ്റാച്ചബിൾ ബോട്ടം പ്ലേറ്റ് ഡൗൺ ടു ദി ഡിസൈഡ് ഡെപ്ത്. നേരത്തെ പോലെ തന്നെ നമ്മളൊരു ഹോളോ പൈപ്പ് ഇൻസേർട്ട് ചെയ്യുന്നു. ഹോളോ പൈപ്പ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്താണ്? ഹോൾ അതിൽ ഡ്രില്ലാവുന്നു. Sand is introduced in lifts with each lift compacted concurrently with the withdrawal of the pipe. അതായത് ഈ പൈപ്പ് റിക്വയർഡ് ഹൈറ്റ് ഡെപ്തിലേക്ക് എത്തിക്കുന്നു. അതിനൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? സാൻഡ് കൂടി ഒരു സൈഡിലൂടെ സാൻഡ് കൂടി അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. സാൻഡ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലിഫ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കോമ്പാക്റ്റ് ചെയ്തും പോകുന്നു. കംപ്രസ്ഡ് എയർ ഈസ് ബ്ലോൺ ഡൗൺ ഇൻസൈഡ് ദ കേസിംഗ് ടു ഹോൾഡ് ഡൗൺ ദി സാൻഡ് ഇൻ പ്ലേസ്. കംപ്രസ്ഡ് എയറോട് സാൻഡിനെ അവിടെ കോമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കംപ്രസ്ഡ് എയർ കൂടി പ്രൊവൈഡ് ചെയ്യാം. ദ കോമ്പാക്റ്റഡ് കോളം എക്സ്പാൻഡ്സ് ലാറ്ററലി ബിലോ ദ പൈപ്പ് ടിപ്പ് ഫോമിങ് എ കേസ്ഡ് പൈപ്പ്. അതിനുശേഷം എന്ത് ചെയ്യും? കോമ്പാക്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ സാൻഡ് സൈഡിലേക്ക് കൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് ലാറ്ററലി എക്സ്പാൻഡ് ചെയ്യുന്നു. ദിസ് മെത്തേഡ് ഈസ് നോൺ ആസ് വൈബ്രോ കോമ്പാക്ഷൻ മെത്തേഡ്. മെത്തേഡ് ഈസ് എക്കണോമിക്കൽ അപ് ടു 15 മീറ്റർ ഡെപ്ത്. 15 മീറ്റർ ഡെപ്ത് വരെ നമുക്കിത് യൂസ് ചെയ്യാം. ഇറ്റ്സ് കോസ്റ്റ്ലിയർ ഫോർ ഡീപ്പർ ഡെപ്ത് കമ്പയർഡ് ടു അതർ വൈബ്രേഷൻ ടെക്നിക്. 15 മീറ്റർ വരെ എക്കണോമിക്കലാണ്. അതിലും കൂടിയ ഡെപ്തൊക്കെ ആകുമ്പോഴേക്കും ഇറ്റ്സ് കോസ്റ്റ്ലിയർ ആയി മാറുന്നു. അതാണ് സാൻഡ് കോമ്പാക്ഷൻ പൈൽസ്. ഇവിടെ സാൻഡ് നമ്മൾ ഫില്ല് ചെയ്യുന്നു എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. ഓക്കെ, അതിൻ്റെ ഇമേജ് ആണിത്, ഈ ഫിഗറാണ്. ഇത് കൂടി നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചു വെക്കുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി കാര്യങ്ങൾ മനസ്സിലാവും. താങ്ക് യു.